നിൽക്കുന്ന നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ്. അർജുനനിലെ വൈരാഗ്യം അല്ലെ, അർജുനനില് ദൈവീ സമ്പത്ത് വളരെയധികം ഉയർന്നു നിൽക്കുന്നുണ്ട്. ദുര്യോധനനുമായിട്ട് താരതമ്യം ചെയ്യുന്നെങ്കിൽ ദുര്യോധനെ അപേക്ഷിച്ച് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ദൈവീ സമ്പത്തിന്റെ വളർച്ചയിൽ അർജുനൻ. പക്ഷെ എന്നാലും അജ്ഞാനം മുഴുവൻ നീങ്ങിപ്പോയിട്ടില്ല, അല്ലെ, ഇഗ്നോറൻസ് മുഴുവൻ മാറിയിട്ടില്ല. ഇനിയും അർജുനന്റെ ഉള്ളില് അജ്ഞത ബാക്കി നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ അതെന്താണ് പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ സ്വന്തം ആളുകളുടെ നാശം അല്ലെങ്കിൽ സ്വന്തം ആളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് അർജുനന് ബോധമുണ്ട്. പക്ഷേ ആ മൊത്തത്തില് ലോകത്തിന്റെ നന്മയുടെ കാര്യം അർജുനൻ ആലോചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താ അത് ആലോചിക്കാൻ പറ്റാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ആളുകളോടുള്ള മമത, ആ ഒരു മോഹത്തില് അർജുനൻ ഈ ഒരു വലിയ കാര്യം മറന്നുപോയി എന്നാണ്. എന്താണ്? ഈ യുദ്ധത്തോടുകൂടി ലോക നന്മയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത്. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ഭാരത യുദ്ധം ചെയ്യുന്നത്. ആ കാര്യം അർജുനൻ മറന്നുപോയി. എന്താണ് ആ സത്യം മറക്കാൻ എന്താ കാരണം? തന്റെ സ്വന്തം ആളുകളോടുള്ള മമതയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും അർജുനൻ സത്യത്തിന്റെ മാർഗത്തിൽ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇനി തുടർന്ന് പറയാൻ പോകുന്നത് ഈ സത്യമാർഗത്തില് മുന്നോട്ട് നീങ്ങുന്ന അർജുനന്റെ വിഷാദത്തോടുകൂടിയുള്ള വൈരാഗ്യം എങ്ങനെയുള്ളതാണെന്നാണ് ഇനി അദ്ദേഹം വെളിപ്പെടുത്താനായിട്ട് പോകുന്നത്. അടുത്തത് 33-ാമത്തെ ശ്ലോകം. ടീച്ചറിനെ ചൊല്ലിക്കോളൂ. യേഷാമർത്തേ കാംക്ഷിതന്നഃ രാജ്യം ഭോഗാ സുഖാനി ച യയിമാവസ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാഃ തദൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ സ്യാലഃ സംബന്ധിനസ്തഥാ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് അതാണ്. തന്റെ വൈരാഗ്യത്തെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അർജുനൻ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അർജുനന്റെ വൈരാഗ്യം ആ വിഷാദം നിറഞ്ഞ വൈരാഗ്യാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെയുള്ളതാണെന്ന് അർജുനൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. യേശാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനിച്ച ഇമേവ സ്ഥിത യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനിച്ച ആണ് ഞാൻ പറയുന്നതാണ്. ഇപ്പോ നമ്മളിപ്പോ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ രാജ്യം, അതുപോലെ സുഖഭോഗങ്ങള്, ഇതൊക്കെ ആവശ്യമുള്ളതായിട്ട് കരുതപ്പെടേണ്ടത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ അവരൊക്കെ പ്രാണൻ ത്യജിക്കാൻ തയ്യാറായിട്ട് യുദ്ധത്തിൽ അണിനിരന്നിരിക്കുകയാണ് എന്ന് പറയാം. അപ്പൊ രാജ്യം, രാജകീയ ഭോഗങ്ങള്, സുഖസൗകര്യങ്ങൾ, ഇതൊക്കെ ആർക്കൊക്കെയാണോ വേണ്ടത് അവരൊക്കെ ജീവൻ കളയാൻ തയ്യാറായിട്ട് മുന്നിൽ വന്ന് നിൽക്കുക, അല്ല, ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആരൊക്കെയാണ് ആ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ട് മുന്നിൽ നിൽക്കുന്നത്? ആചാര്യാഹ പിതര പുത്രാസ്തദൈവച പിതാമഹ മാതുലാഹ ശ്വശുരാഹ പൗത്ര സ്യാലാ സംബന്ധിനസ്തദാ. ആചാര്യാഹ ഗുരുക്കന്മാര്, പിതാക്കന്മാര്, പുത്രന്മാര്, അതേപോലെ മുത്തശ്ശന്മാര്, പിതാമഹന്മാര്, അമ്മാവന്മാര്, ഭാര്യാപിതാക്കന്മാര്, പിന്നെ മക്കളുടെ മക്കള്, പുത്രന്മാരുടെ പുത്രന്മാര്, ഭാര്യമാരുടെ സഹോദരന്മാര്, അതേപോലെ മറ്റ് പലതരത്തിലുള്ള ബന്ധമുള്ളവരൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് അണിനിരന്നിരിക്കുകയാണ് എന്ന് പറയാൻ അർജുനൻ. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? തന്നോട് ഏതെങ്കിലും രീതിയിൽ താനുമായിട്ട് ബന്ധമുള്ളവരെ കുറിച്ച് ആലോചിച്ച് മാത്രമാണ് ആരുടെ വിഷമം? അർജുനന്റെ വിഷമം, അർജുനന്റെ വിഷാദം എന്ന് പറയും. അപ്പൊ ഇത് ആ വിഷാദം ഉള്ളിൽ വന്നോടുകൂടി, ആ വിഷാദം നിറഞ്ഞ വൈരാഗ്യം ഉള്ളിൽ വന്നതോടുകൂടി അർജുനൻ തന്റെ തീരുമാനമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? തന്റെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അടുത്തത് ചൊല്ലിക്കോളൂ. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ.
അടുത്തത് തന്റെ തീരുമാനം പറയുകയാണ്. എന്താണ് അർജുനന്റെ തീരുമാനം എന്നുള്ളത്? ഏതാൻ നഹന്തുമിച്ഛാമി ജ്ഞതോപി മധുസൂദന അപി ത്രൈലോക്യ രാജ്യസ്യ ഏതോക്യം മഹീകൃതേ. അപ്പൊ ഇവിടെ ഭഗവാൻ കൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്ന മധുസൂദന എന്നാണ്. അല്ലെ, ഓരോ സമയത്ത് ഓരോ പേരാണ് വിളിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, അതിനൊരു കാരണവും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കൃഷ്ണനോട് പറയുന്നതാണ്, തന്റെ തീരുമാനം പറയാണ്, അല്ലയോ കൃഷ്ണ, ഇവരൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഈ 3 ലോകങ്ങളിലെയും ആധിപത്യം എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അവരെന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്, എനിക്കറിയാം. പക്ഷെ ഇനി 3 ലോകങ്ങളിലെ എന്താണ് ആധിപത്യം എനിക്ക് തരാമെന്ന് പറയുകയാണെങ്കിലും ഇവരെ ഒന്നും കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. അപ്പൊ പിന്നെ ഈ ഭൂമിയിലെ ആധിപത്യം കിട്ടാൻ വേണ്ടി ഞാനിത് ചെയ്യോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണനോട്. അപ്പൊ ഇവിടെ കൃഷ്ണനെ മധുസൂദന എന്ന് വിളിക്കുന്നുണ്ട് അർജുനൻ, അല്ലെ? മധുസൂദന എന്നാണ് വിളിക്കുന്നത്. നേരത്തെ കേശവൻ എന്ന് വിളിച്ചു, അതിന്റെ കാരണം പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇവിടെ വിളിക്കുന്നത് മധുസൂദന എന്നാണ്. എന്തുകൊണ്ടാണ് മധുസൂദന എന്ന പേര് വരാനുള്ള കാരണം? മധു എന്നു പേരുള്ള ഒരു അസുരനെ ഭഗവാൻ നിഗ്രഹിച്ചു. അപ്പൊ അങ്ങനെയാണ് കൃഷ്ണന് മധുസൂദനൻ എന്ന പേര് കിട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ അത് പറയാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ളൊരു ധ്വനി എന്താണെന്നറിയാമോ? മധുവിനെ പോലുള്ള അസുരന്മാരൊന്നും സ്വന്തം ആൾക്കാരല്ലല്ലോ, അവരൊന്നും വേണ്ടപ്പെട്ട ആളുകളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ കൊല്ലുന്നതിൽ യാതൊരു ദോഷവും എന്ന് കൃഷ്ണനോട് പറയണം. ഇനി കൃഷ്ണനെങ്ങാനും പറഞ്ഞാലോ, ഞാൻ മധുവിനെ കൊന്നില്ലേ എന്നെങ്ങാനും പറയുകയാണെങ്കിലോ, അതിന് ആദ്യം തന്നെ അർജുനൻ അങ്ങോട്ടൊരു സൂചന കൊടുത്തതാണ്, അല്ലെ? മധു തുടങ്ങിയ അസുരന്മാരെ കൊല്ലുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല, കാരണം അവരൊന്നും നമ്മുടെ ആൾക്കാരല്ല എന്ന് പറയും. പക്ഷെ ഇവിടെ വേറൊരു കാര്യം അർജുനൻ മറന്നു. എന്താണ്? കൃഷ്ണനും തന്റെ വേണ്ടപ്പെട്ട ആളെ കൊന്നിട്ടുണ്ട്, അല്ലെ? തന്റെ അമ്മാവനെ തന്നെ കൊല ചെയ്ത ആളാണ്. ധർമ്മം സംരക്ഷിക്കാനായിട്ട് തന്റെ സ്വന്തം അമ്മാവനെ നിഗ്രഹിച്ച ആളാണ് കൃഷ്ണൻ. ആ കാര്യം അർജുനൻ ഓർക്കണില്ല ഇവിടെ. അതിനെക്കുറിച്ച് അർജുനൻ ആലോചിക്കുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നത് മമത കൊണ്ടാണെങ്കിലും, അല്ലെ, തന്റെ വേണ്ടപ്പെട്ട ആളുകളോടുള്ള അടുപ്പം കാരണമാണെങ്കിലും അർജുനന്റെ ഈ ഒരു ത്യാഗം, ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല. അവർ എന്നെ കൊല്ലാൻ തയ്യാറാണെങ്കിൽ അവരെ ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി 3 ലോകങ്ങളിൽ ആധിപത്യം എനിക്ക് തന്നാലും ഞാൻ അവരെ കൊല്ലില്ല എന്ന് പറഞ്ഞു. അതൊരു ത്യാഗ മനോഭാവമാണ്, അതുപോലെ വൈരാഗ്യമാണത്. അപ്പൊ അർജുനന്റെ ആ ത്യാഗം അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയുന്നത് സത്യം എന്താണെന്നറിയാൻ, സത്യസാക്ഷാത്കാരത്തിന് അതിനേക്ക് നയിക്കുന്ന അത്രയും വിശാലതയുള്ളതാണ് അർജുനന്റെ ത്യാഗവും വൈരാഗ്യവും എന്നാണ് പറയുന്നത്. അപ്പൊ കൗരവന്മാര് പല തരത്തിലും ഇവരെ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. കൗരവന്മാര് പല രീതിയിൽ പാണ്ഡവന്മാരെ ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് അവരൊക്കെ ദുഷ്ടന്മാരാണ്. അപ്പൊ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നത് ധർമ്മമാണ്, അതൊക്കെ സത്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവര് സ്വജനങ്ങളാണ്, നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ഇവര്. അതുകൊണ്ട് അവരെ കൊല്ലാൻ പാടില്ല എന്നാണ് അർജുനന്റെ തീരുമാനം. അങ്ങനെയാണ് അർജുനൻ കണക്കാക്കുന്നത്, അങ്ങനെയാണ്. ഇനി അടുത്ത ശ്ലോകം വായിച്ചു. നിഹത്യാർത്ഥാരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാ ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഭക്തൈദാനാതദായിനഃ. അടുത്ത ശ്ലോകത്തില് ഇനിയും വീണ്ടും തന്റെ തീരുമാനം പറയുകയാണ്, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്താണ്? നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈദാനാതദായിനഃ. കൃഷ്ണനോട് പറയുന്നത്, ജനാർദ്ദന, അല്ലയോ കൃഷ്ണ, ഈ ധൃതരാഷ്ട്രരെ മക്കളെ, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്ത് സുഖാണ് കിട്ടാൻ പോണെന്ന് ചോദിക്കണം കൃഷ്ണനോട്. ഇവരെ കൊന്നിട്ട് നമുക്ക് എന്ത് സുഖമാണ് നമ്മൾ അനുഭവിക്കാൻ പോണത്? ഇവര് ശത്രുക്കളാണ്, എന്നിരുന്നാലും ഇവരെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പാപമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് കൃഷ്ണനെ അങ്ങോട്ട് പഠിപ്പിക്കണം. അർജുനൻ തുടക്കത്തിൽ കുറെ കാര്യങ്ങൾ അർജുനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അല്ല? അപ്പൊ ഇവരെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പാപമാണ് ഉണ്ടാവുക. അപ്പോ ജനാർദ്ദനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവൻ, അതുപോലെ
ജനങ്ങള് ആശ്രയിക്കുന്നവൻ. എന്തിനു വേണ്ടിയിട്ട് ആളുകൾ ആശ്രയിക്കുന്ന? ഇഹപര സുഖത്തിന് വേണ്ടി, അല്ലെ? എല്ലാ തരത്തിലുള്ള സുഖത്തിനും വേണ്ടി ആശ്രയിക്കുന്ന ആളാണ് ജനാർദ്ദനൻ, കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവനാണ്. ആളുകൾക്ക് ഇഹപര സുഖത്തിന് വേണ്ടി ആളുകൾ ആശ്രയിക്കപ്പെടുന്നവനാണ് കൃഷ്ണൻ. അപ്പൊ ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം എന്നാണ് പറയുന്നത്. അപ്പൊ എന്നിട്ട് പറയാണ്, അങ്ങ് ദുഷ്ടനിഗ്രഹം ചെയ്യുന്നവനാണ്, സുഖം, ആളുകൾക്ക് സുഖം നൽകുന്ന ആളാണ്. അതുകൊണ്ട് ഈ സഹോദരന്മാരെ വധിക്കുന്നത് കൊണ്ട് സുഖം കിട്ടുമോ എന്ന് അങ്ങൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയാം. അപ്പൊ ധാരാളം ആളുകൾ അങ്ങയെ ആശ്രയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ. അങ്ങയെ ശരണം പ്രാപിക്കുന്നുണ്ട് ആളുകൾ. അങ്ങ് ദുഷ്ടനിഗ്രഹം ചെയ്യുന്നവനുമാണ്. പക്ഷെ എന്നാലും ഈ സഹോദരന്മാരെ വധിക്കുന്നത് കൊണ്ട് സുഖം കിട്ടുമോ എന്ന് അങ്ങൊന്ന് ആലോചിക്കൂ. അതാണ് അതിന്റെ ഉദ്ദേശം, അതാണ് പറയാനുള്ള കാരണം. ജനാർദ്ദനൻ. അപ്പൊ ഇവിടെ ധാർത്തരാഷ്ട്ര എന്ന് പറയുന്നുണ്ട്, അല്ലെ? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ദുര്യോധനൻ തുടങ്ങിയവരോടുള്ള, അവര് സഹോദരന്മാരാണല്ലോ ശരിക്കും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ആദതായികൾ എന്ന് പറയുന്നുണ്ട്. ഇനി അവര് ആദതായികളാണെങ്കിലും ഞാൻ അവരെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് ഈ ആദതായികൾ എന്ന് പറഞ്ഞാൽ? ആദതായികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. 6 തരത്തിലുള്ള ആളുകളുണ്ട്, 6 കൂട്ടരാണ്. ഇവരാണ് ആദതായികൾ. എങ്ങനെയുള്ളവരാണ് അവര്? ഒന്ന്, തീ ഉപയോഗിച്ച് അല്ലെങ്കിൽ വിഷം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നാശം വരുത്തുന്ന ആളുകള്, അവർക്ക് ആദതായികളാണ്. പിന്നെ ആയുധം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർ ആദതായികളാണ്. ധനം അപഹരിക്കുന്നവര്, മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കുന്നവര് ആദതായികളാണ്. ഭൂമി അപഹരിക്കുന്നവര് ആദതായികളാണ്. മറ്റുള്ളവർ അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവര് ആദതായികളാണ്. അപ്പൊ ഇങ്ങനെ 6 കൂട്ടരാണ് ആദതായികള് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാള് മുന്നിൽ വന്ന അയാൾ ആദതായി ആണെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ വ്യക്തിയെ കൊല്ലാമെന്നാണ് പറയുന്നത്. ആദതായിയാണ്. ഇത് പണ്ടത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ഇപ്പോഴല്ല. ഇപ്പൊ ചെയ്യാനല്ല പറയുന്നത്, അന്നത്തെ കാലത്ത് പറയുന്നതാണ്. ഇന്ന് കൊല്ലുകയാണെങ്കിൽ പിന്നെ ചുറ്റും കാണുന്ന എല്ലാവരും കൊല്ലാനേ സമയം ഉണ്ടാവുള്ളൂ, അല്ലെ? മിക്കവാറും എല്ലാവരും ആദതായികളായിരിക്കും. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, കുറെ പേരല്ലാത്തവരുണ്ട്. അപ്പൊ ആദതായികൾ എന്ന് പറഞ്ഞാൽ അവര് മുന്നിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവരെ കൊല്ലാം. അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ആ കൊല്ലുന്ന ആൾക്ക് യാതൊരു ദോഷവും വരില്ല എന്നാണ് പറയുന്നത്. ആ നിയമം അതാണ്. അതുകൊണ്ടാണ് അവർ ആദതായികളാണെങ്കിലും അവരെ ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കില്ല പറയാൻ കാരണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദുര്യോധനനും സംഘവും അവര് ശരിക്കും ആദതായികൾ തന്നെയാണ്, അല്ലെ? വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, തീ ഉപയോഗിച്ച് പാണ്ഡവന്മാരെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, പല രീതിയിൽ ധനം അപഹരിച്ചിട്ടുണ്ട്, ഭൂമി അപഹരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നവരാണ് ഈ ദുര്യോധനൻ കൂട്ടരും. അതുകൊണ്ട് ശരിക്കും ആദതായികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ കൊന്നു കഴിഞ്ഞാൽ ദോഷമില്ല. പക്ഷെ എന്നാലും ഇവിടെ അടുത്ത് നിൽക്കുന്നത് അവര് സ്വജനങ്ങളാണ്, സഹോദരന്മാരാണ്. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളായതുകൊണ്ട്, സ്വന്തക്കാരായതുകൊണ്ട് ആദതായികളാണെങ്കിൽ പോലും അവരെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ പാപം ഉണ്ടാവും എന്ന് പറയാം. അടുത്ത ശ്ലോകത്തില് ഇതൊന്നും കൂടി വ്യക്തമാകുന്നുണ്ട്. അടുത്തത് ചൊല്ലിക്കോ. തസ്മാന്നർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ മാധവാ. അടുത്ത ശ്ലോകം കൊണ്ട് ഒന്നും കൂടിയും പറയാണ് കൃഷ്ണനോട്. തസ്മാത്, അതുകൊണ്ട്, തസ്മാൻ അർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ മാധവ. അല്ലയോ കൃഷ്ണ, കൃഷ്ണനോട് പറയണ, അല്ലയോ കൃഷ്ണ, അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ധൃതരാഷ്ട്രരുടെ മക്കളായ സ്വന്തം ബന്ധുക്കളെ കൊല്ലുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണം കൃഷ്ണൻ. അവര് കൊല്ലുന്നത് നമ്മൾ ശരിയല്ല. കാരണം സ്വന്തം ആളുകളെ കൊന്നിട്ട് എങ്ങനെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ സുഖമുണ്ടാവും എന്ന് ചോദിക്കണം. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് ഉറപ്പിക്കുന്നത് എന്താണ്? അർജുനന്റെ ഈ ഒരൊറ്റ ചിന്തയാണ് അർജുനൻ ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഏത് ചിന്ത? സ്വന്തം ആളുകൾ, എന്റെ ആള്. ആ മമതയാണ് അർജുനൻ എല്ലാ തരത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് അർജുനൻ ആകെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ
നമുക്ക് സംശയം തോന്നാം, അല്ലെങ്കിൽ കൃഷ്ണന് സംശയം തോന്നാം, നിനക്ക് ഇവരെല്ലാവരും ദുര്യോധനനും കൂട്ടരൊക്കെ നിന്റെ സ്വന്തം ആളുകളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട്, ശരി. പക്ഷെ അവർക്ക് നിന്നെ കുറിച്ച് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അങ്ങനെ ഒരു സംശയം ചിലപ്പോ കൃഷ്ണൻ ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ച് അതിന് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് മറുപടി അങ്ങോട്ട് പറയാണ് അടുത്ത ശ്ലോകത്തിൽ അർജുനൻ. എന്താണ് അർജുനൻ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. यद्यप्येदेन पश्यन्ति लोभोपहत चेतसः कुलक्षयकृतं दोषं मित्रद्रोहे च पातकम्. അടുത്ത ശ്ലോകം പഠിച്ചോളിക്കൂ. कथं न ज्ञेयमस्माभिः पापादस्मान्निवर्तितुं कुलक्षयकृतं दोषं प्रपश्यद्भिर्जनार्दनः जनार्दनः. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹി ച പാതകം കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാനിവർത്തിതം കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർ ജനാർദ്ദന. കൃഷ്ണനോട് പറയാണ്, ജനാർദ്ദന, അല്ലയോ ജനാർദ്ദന, അല്ലയോ കൃഷ്ണ. ഇപ്പോ ഈ ദുര്യോധനൻ കൂട്ടരും എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ്? അവര് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തൊക്കെ അവർ കൈയടക്കിയിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തൊക്കെ കൈകടക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അത് ആരുടെയാണോ ആ സ്വത്തൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുക, യഥാർത്ഥത്തിൽ പാണ്ഡവരുടെയാണ്. പക്ഷെ പാണ്ഡവർക്ക് അത് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല. ദുര്യോധന എന്താ കാരണം? ദുര്യോധന മനസ്സിൽ അങ്ങേയറ്റം അത്യാഗ്രഹം, ലോഭം നിറഞ്ഞിരിക്കുകയാണ് ദുര്യോധനന്റെ മനസ്സിൽ. അപ്പോ ആ ലോഭം നിറഞ്ഞ് അവരുടെ മനസ്സൊക്കെ ഇരുളടഞ്ഞു പോയി എന്ന് പറയാം. മനസ്സ് ഇരുളടഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഈ കുലം ക്ഷയിച്ചാൽ ഉണ്ടാവുന്ന ദോഷത്തെ അവർക്ക് കാണാൻ പറ്റില്ല. അവർക്ക് മനസ്സിലാവില്ല കൃഷ്ണ എന്ന് പറയാണ്, അല്ലെ? ഇതുകൊണ്ട് കുലം ക്ഷയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷം എന്താണ് അതവർക്ക് അറിയില്ല. അതേപോലെ വേണ്ടപ്പെട്ടവരെ, മിത്രങ്ങളെ ദ്രോഹിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ദോഷങ്ങൾ ഉണ്ടാവുക അതൊന്നും അവർക്ക് മനസ്സിലാവണില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മള് കുലക്ഷയം കൊണ്ടുണ്ടാവുന്ന ദോഷം എന്താന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാം. കൃഷ്ണനോട് പറയാം, നമ്മൾക്കത് അറിയാലോ. അപ്പോ അങ്ങനെയുള്ള നമ്മള് ഈ പാപം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഈ പാപത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങല്ല വേണ്ട എന്ന് ചോദിക്കാം. അപ്പൊ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ്, ഉള്ളില് ലോഭം നിറഞ്ഞ ആ ദുര്യോധനന് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദോഷം എന്താന്ന് കാണാനുള്ള ബുദ്ധിയില്ല. അദ്ദേഹത്തിന് അത് കാണുന്നില്ല, അറിയുന്നില്ല എന്നാണ്. പക്ഷെ അർജുനൻ പറയുന്നത് എനിക്കതറിയാം, അതിന്റെ ദോഷം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും കൂടി ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അർജുനന് ധർമ്മിഷ്ഠനാണ്, ധർമ്മത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകുന്ന ആളാണ് അർജുനൻ. പക്ഷെ അർജുനന്റെ ആ ധർമ്മബോധം എന്ന് പറയുന്നത് സ്വന്തം വംശത്തെ, സ്വന്തം കുലത്തെ പറ്റി ചുറ്റിച്ചുറ്റി നിൽക്കണേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പോകണില്ല, വിശാലമാകുന്നില്ല. തന്റെ വേണ്ടപ്പെട്ട ആളുകളുടെ ചുറ്റും മാത്രമാണ് തന്റെ ധർമ്മബോധം നിൽക്കുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ അർജുനൻ എങ്ങനെയാണ് ആ സത്യസാക്ഷാത്കാരം നേടാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ ഈ ഒരു അതിർവരമ്പില് അർജുനൻ കുടുങ്ങിക്കിടക്കണേ, എന്റെ ആളുകള്. അപ്പൊ എന്റെ ആളുകള് എന്നുള്ളതില് കുടുങ്ങി നിൽക്കുകയാണ് അർജുനന്റെ ധർമ്മബോധം എന്ന് പറയുന്നത്. അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഇവിടെ സ്റ്റക്കായി നമ്മളും അങ്ങനെയാണ് പലപ്പോഴും, അല്ലെ? പല കാര്യങ്ങളും നമ്മൾക്ക് ജീവിതത്തില് നമ്മൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾക്കുണ്ടാവാം, ചെയ്താൽ നല്ലതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾക്കുണ്ടാവാം. പക്ഷെ പലപ്പോഴും നമ്മൾക്കത് ചെയ്യാൻ സാധിക്കാറില്ല. എന്താ കാരണം? ഈ ഒരു അതിർവരമ്പാണ്, വേണ്ടപ്പെട്ട ആളുകള്, അതിർവരമ്പാണ്. അത് കാരണം നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ കുടുങ്ങി നിൽക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് വിശാലതയിലേക്ക് പോകാൻ പറ്റില്ല, എക്സ്പാൻഷൻ സംഭവിക്കില്ല, സത്യസാക്ഷാത്കാരത്തിന് തടസ്സമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനന്റെ ഈ വേണ്ടപ്പെട്ടവരോടുള്ള ഈ ഒരു മമതയാകുന്ന ആ ഒരു എന്താ പറയാ ബൗണ്ടറി ഉണ്ടല്ലോ, അതിനെ ഭേദിച്ചാല് അർജുനന്റെ ആ ബോധം ശരിക്കും സത്യം എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളൂ അർജുനന് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഗീതോപദേശത്തെ യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്താ ചെയ്യുന്ന, അർജുനന്റെ ഉള്ളിലെ ആ ഒരു മതിൽക്കെട്ട് അതിനെ പൊളിച്ചു കളയുകയാണ് ഗീതോപദേശത്തിലൂടെ യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ ചെയ്തത്. മനസ്സിലായോ?
അപ്പൊ ഈ ഗീതോപദേശം ശരിക്കും നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലും ഇങ്ങനെ ഏതൊക്കെ തരത്തിലാണോ മതിലുകൾ കിടക്കുന്നത്, മതിൽ കെട്ടിയിട്ടിരിക്കുന്നത്, അതിനെയൊക്കെ ഭേദിച്ച് നമ്മൾക്കും ആ എന്താ പറയാ അനന്തതയിലേക്ക് കുതിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും. അതിന് പ്രാപ്തിയുള്ളതാണ് ഗീതോപദേശം എന്നാണ് ഇവിടെ ചുരുക്കം. അപ്പൊ കൃഷ്ണൻ അതാണ് ഇതിലൊരു എഫേർട്ട് എടുത്തത്, അതാണ് ഗീതോപദേശത്തിലൂടെ, അതാണ് കൃഷ്ണൻ ലക്ഷ്യമാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ എന്താണ്, ജ്ഞാനിയെ പോലെ, വലിയ ബുദ്ധിമാനെ പോലെ കുലം ക്ഷയിച്ചാൽ അതിന്റെ ഫലമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നത്, അതിനെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണന് പറഞ്ഞു കൊടുക്കുക. ഒക്കെ അറിയാം, ഇതെല്ലാം അറിയാത്ത ആളാണോ കൃഷ്ണൻ? അല്ലെ? പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കണം, കുലം ക്ഷയിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക, അതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചാണ് ഇനി തുടർന്ന് അർജുനൻ കൃഷ്ണനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ നോക്കാം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. അടുത്ത ശ്ലോകം കൂടി വായിച്ചോളൂ. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അടുത്തത് കുലം ക്ഷയിച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃത അധർമ്മോഭി ഭവത്യുത. അപ്പൊ കുലം ക്ഷയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. കാരണം കുലം ക്ഷയിച്ചു കഴിഞ്ഞാൽ പരമ്പരയായിട്ട് തുടർന്നു വരുന്ന അല്ലെങ്കിൽ നിലനിന്ന് വരുന്ന കുലവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുണ്ട്, കുലാചാരങ്ങള്. ഈ കുലാചാരങ്ങൾക്കൊക്കെ നാശം സംഭവിക്കും, ഹാനി തട്ടും എന്ന് പറയും. കുലാചാരങ്ങൾ ഇല്ലാതെ കുലം ക്ഷയിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് നിലനിന്ന് പോരുന്ന കുലാചാരങ്ങളൊക്കെ ഇല്ലാതെയാവും. അപ്പൊ കുലാചാരം നശിച്ചു കഴിഞ്ഞാലോ കുലം മുഴുവനും അധർമ്മം ബാധിച്ച് നശിക്കാൻ ഇടവരും എന്ന് പറയാം. അപ്പൊ ഇവിടെ ആ കുലത്തെ കുറിച്ചാണ് അർജുനൻ കൂടുതലായിട്ടും കൺസേൺഡ് ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വീണ്ടും അർജുനന്റെ ഉള്ളില് ആ മമതയാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ തുടർന്ന് പറയുന്നത്, അപ്പൊ അധർമ്മമായി കഴിഞ്ഞാൽ അല്ലെ, അധർമ്മം ബാധിച്ച് ദുഷിക്കാൻ ഇടവരും എന്ന് പറയും. ഇനി അതിനെ തുടർന്ന് എന്താണ് ഉണ്ടാവുക? അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര എന്നാണ് പറയുന്നത്. അപ്പൊ അധർമ്മം ബാധിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനോട് പറയുകയാണ്, അനാചാരങ്ങളൊക്കെ കടന്നുകൂടി ദുഷിച്ചു കഴിഞ്ഞാൽ കുലത്തിലെ സ്ത്രീകൾ അധപ്പതിക്കാൻ ഇടവരും, സ്ത്രീകൾ പതിക്കാൻ ഇടവരും എന്ന് പറയുന്നു. എന്റെ വാർഷ്ണേയ എന്ന് പറയുന്നുണ്ട് ഇവിടെ കൃഷ്ണനെ. വാർഷ്ണേയ എന്താണ് ഈ വാർഷ്ണേയൻ എന്ന് പറയാൻ കാരണം? വാർഷ്ണേയ എന്ന് പറഞ്ഞാൽ വൃഷ്ണികുലത്തിൽ ജനിച്ചവൻ എന്നാണ് അർത്ഥം. അപ്പൊ കൃഷ്ണൻ വൃഷ്ണികുലത്തിൽ ജനിച്ച ആളാണ്. അപ്പൊ കൃഷ്ണനെ അത് ഓർമ്മിപ്പിക്കുകയാണ്, കൃഷ്ണനോട് ചോദിക്കുകയാണ്, അങ്ങും ഒരു കുലത്തിലാണല്ലോ ജനിച്ചിരിക്കുന്നത്, അങ്ങേക്കും ഒരു കുലമുണ്ടല്ലോ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അത് എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വാർഷ്ണേയ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ വൃഷ്ണികുലത്തിൽ ജനിച്ച അല്ലയോ കൃഷ്ണ, സ്ത്രീകളെ പതിച്ചു കഴിഞ്ഞാൽ വർണ്ണമിശ്രം സംഭവിക്കും, അതിനിടവരും എന്നാണ് പറയുന്നത്. അപ്പൊ വാർഷ്ണേയ എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ അങ്ങനെ സംബോധന ചെയ്യുന്നത് തന്നെ അങ്ങും ഒരു കുലത്തിന്റെ ഭാഗമാണല്ലോ എന്ന് സൂചിപ്പിക്കാനാണ്. എന്ന് മാത്രമല്ല ആ കുലത്തിനെ ദുഷിക്കാൻ അങ്ങ് അനുവദിക്കുവോ എന്നാണ് അതിന്റെ സൂചന എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ദുര്യോധനൻ വീണ്ടും അധർമ്മം, അവരും കൂട്ടരും അധർമ്മം പ്രവർത്തിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് മാത്രമല്ല ദുര്യോധനന്റെ അധർമ്മം കാരണം നാട്ടിൽ ആളുകൾ മുഴുവൻ ദുഷിക്കാൻ ഇടവരും. ആ കാര്യം അർജുനൻ ഓർക്കണില്ല എന്നാണ്. സ്വന്തം കുലത്തിന്റെ കാര്യം മാത്രമേ ആലോചിക്കുള്ളൂ. അപ്പൊ സ്വന്തം കുലം അധപ്പതിക്കാൻ ഇടവരുമല്ലോ, അത് ദുഷിക്കാൻ ഇടവരും എന്ന് കരുതിയിട്ട് അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ നിൽക്കുക. പക്ഷെ അങ്ങനെ യുദ്ധം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദുര്യോധനൻ തന്റെ അധർമ്മ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും, നാട്ടിലെല്ലാ ആളുകൾക്കും പ്രശ്നമാകും. അപ്പൊ നാട്ടുകാർക്ക് മുഴുവൻ ദോഷമാണ് അതുകൊണ്ടുണ്ടാവുക. ആ ഒരു കാര്യം അർജുനൻ ഇവിടെ ആലോചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അർജുനൻ ചിന്തിക്കുന്നേ ഇല്ല ആ കാര്യം. ഇനി തുടർന്നു അടുത്തത് എന്താണ് ഇനി പറയാം? ഇനിയും അർജുനൻ തുടർന്ന് പറയുന്നുണ്ട്, കൃഷ്ണന് വീണ്ടും ഉപദേശം കൊടുക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അടുത്ത ചൊല്ലിക്കോളൂ.
കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. അടുത്തത് ഇനി പറയാൻ പോകുന്നത് അതാണ്. ശങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യജ പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദക ക്രിയ. അതാണ് പ്രശ്നം. എന്താണ്? അപ്പൊ ഈ വർണ്ണസങ്കരം ഉണ്ടാവും എന്ന് പറഞ്ഞു. സ്ത്രീകള് ദുഷിക്കാൻ ഇടയായി കഴിഞ്ഞാൽ വർണ്ണസങ്കരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ വർണ്ണസങ്കരം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ സങ്കരം കുലത്തെ നശിപ്പിച്ച ആളുകള്, അതേപോലെ ഈ കുലത്തിൽ ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന സന്താനങ്ങള്, അവർക്കൊക്കെ നരകമാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അവർക്കൊക്കെ നരകം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല, ഈ കുലനാശം ആരാണോ, കുലത്തെ നശിപ്പിക്കാൻ കാരണമായവർ ആരൊക്കെയാണോ, അവരുടെ പിതൃക്കൾക്ക് പിതൃപൂജകളൊന്നും കിട്ടാതെ അവർ പിതൃലോകത്തുനിന്ന് പതിക്കാനിട വരും എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്കും ദോഷമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജീവിക്കുന്നവർക്ക് മാത്രമല്ല, പിതൃക്കൾക്ക് പോലും അതിന്റെ ദോഷം ബാധിക്കും എന്ന് അർജുനൻ കൃഷ്ണനെ പറഞ്ഞ് മനസ്സിലാക്കുക. തുടർന്ന് അടുത്ത ശ്ലോകം. ദോഷൈരേതൈഃ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ദോഷൈരേതൈഃ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വതാഃ. അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ഇപ്പോ ഇവരുടെ ഇത്തരത്തിലുള്ള ദ്രോഹങ്ങള് എന്ന് പറഞ്ഞാൽ കുലദ്രോഹികളാണെന്നാണ് ഇവരെ പറയുക. കുലം നശിപ്പിക്കുന്നതിന് കാരണമായവരൊക്കെ എന്താ പറയാ, കുലദ്രോഹി എന്നാണ്. നമ്മൾ പലരും വിളിക്കാറുണ്ടല്ലോ, കുലദ്രോഹി എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ടില്ല. അല്ലാതെ നമ്മൾ വിളിക്കാറുള്ളത്. ഇടയ്ക്കൊക്കെ വിളിക്കും, ചിലരൊക്കെ ദേഷ്യം പറഞ്ഞ കുലദ്രോഹി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഈ കുലദ്രോഹികള്, കുലത്തെ നശിപ്പിക്കാൻ കാരണമാവുന്ന ഇവരുടെ ഇത്തരം ദോഷം. അപ്പൊ ഇവിടെ എന്താണ് കുലദ്രോഹം എന്ന് പറഞ്ഞാൽ വർണ്ണസങ്കരം ഉണ്ടാവുന്നു, അല്ലെ? അതില് മിക്സ്ചർ ഉണ്ടാവുന്നു അവിടെ. കുലദ്രോഹികളുടെ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ കാരണം വളരെ കാലമായിട്ട് നിലനിന്നു പോരുന്ന ആചാരങ്ങള്, കുലാചാരങ്ങള്, ജാത്യാചാരങ്ങള്, കുലാചാരങ്ങള്, ഇതൊക്കെ നശിക്കാൻ ഇടവരും എന്ന് പറയാം. അപ്പോ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പരമമായ ധർമ്മം എന്താണ്? അത് കാണാൻ കഴിവില്ലാത്തവരെ സംബന്ധിച്ച് ജാതിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, കുലവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ ധർമ്മം. പരമമായ ധർമ്മം ഒന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും അത് കാണാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെയാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ജാത്യാചാരങ്ങളും കുലാചാരങ്ങളും ഒക്കെ അവരുടെ ധർമ്മമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. അപ്പോ ഈ ആചാരങ്ങളിൽ പെട്ടുകിടക്കുന്ന ആളുകള് അവർക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പലപ്പോഴും പറ്റാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ജാതിയുടെ കെട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ ബുദ്ധിമുട്ടാണ് പലർക്കും. കുലത്തിന്റെ കെട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ ബുദ്ധിമുട്ടാണ് പല ആളുകൾക്കും. അപ്പോ അർജുനൻ പറയുന്ന ഈ വാക്കുകൾ, അർജുനനും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ പരമമായ ധർമ്മം എന്താണെന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ച്, അതിനെക്കുറിച്ച് ബോധമുള്ള ഒരാളെ സംബന്ധിച്ച് ജാത്യാചാരങ്ങളും കുലാചാരങ്ങളൊന്നും അതൊന്നും ഒരു പ്രശ്നമാവില്ല. അതിനെ കടന്നു ചെല്ലാൻ അവർക്ക് പറ്റും. പക്ഷേ ആ പരമമായ ധർമ്മത്തെക്കുറിച്ച് ബോധ്യം വരാത്ത ആളുകളെ സംബന്ധിച്ച് അവർ ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജാത്യാചാരങ്ങളിലും കുലധർമ്മങ്ങളിലും കുലാചാരങ്ങളിലും ഒക്കെ കുടുങ്ങിക്കിടക്കുക. അതേ സംബന്ധിച്ച് അതാണ് ധർമ്മം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ വേറൊരു അതിർവരമ്പാണ്. ഇതിനെ കടന്ന് പോകാൻ സാധാരണക്കാരായ ആളുകൾക്ക് പറ്റാറില്ല. അപ്പൊ അർജുനനും ഇപ്പോ ആ ഒരു അവസ്ഥയിലാണ് പെട്ടുകിടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കർമ്മകാന്ഡം എന്നാണ്. വേദത്തിലെ ഒരു ഭാഗമാണ് കർമ്മകാന്ഡം. ഇത് ആചാരങ്ങൾ, ഇതില് കുടുങ്ങിപ്പോവാറുണ്ട് ആളുകൾ എന്നാണ് പറയുന്നത്. കുടുങ്ങിപ്പോവാ പറഞ്ഞാൽ തുടക്കത്തിൽ അതൊക്കെ വേണം, തുടക്കത്തിൽ അതൊക്കെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് അതിന്റെ തുടക്കത്തിലുള്ള വാക്കുകളായിട്ട് കരുതാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അതുകൊണ്ടാണ് പിന്നീട് ആദ്യം കർമ്മകാന്ഡങ്ങളൊക്കെ അംഗീകരിച്ചാലും കൃഷ്ണൻ തന്നെ പിന്നീട് ഈ കർമ്മകാന്ഡവുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങളൊക്കെ തള്ളിക്കളയാൻ കൃഷ്ണൻ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ആളുകൾ ആ കർമ്മത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു
കഥ കേട്ടിട്ടുണ്ട്. കഥയെല്ലാം നടന്ന സംഭവമാണ്. ഇദ്ദേഹത്തിന്റെ ആരാണ് രമണ മഹർഷിയുടെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ശിഷ്യൻ പൂജ ചെയ്യും. പഞ്ചായതന പൂജ എന്നാണ് പറയുക അല്ലെ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായതന പൂജ അദ്ദേഹം പൂജ ചെയ്യും. അപ്പൊ രമണ മഹർഷി ഇങ്ങനെ വൈകുന്നേരത്ത് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോ ഇദ്ദേഹം താമസിക്കുന്നിടത്ത് ചെല്ലും. പ്രിയപ്പെട്ട ആളാണ്, പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ്. അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ചെല്ലും. അപ്പൊ അവർ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ പൂജ ചെയ്യാൻ തയ്യാറായിരിക്കും. അപ്പൊ രമണ മഹർഷി എന്ത് ചെയ്യും, ആ പൂജ ചെയ്യാൻ സാമഗ്രികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി കൗതുകം നോക്കി അവിടെ തന്നെ വെച്ചു കൊടുക്കും. ഓരോന്നും എടുത്ത് അവിടെ തന്നെ വെക്കും. അദ്ദേഹം ഒന്നും മിണ്ടാതെ പോവുകയും ചെയ്യും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ മഹർഷി വീണ്ടും ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോ ഇദ്ദേഹത്തിന്റെ റൂമിൽ കയറി. അന്നും അദ്ദേഹം പൂജ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഉടനെ മഹർഷി ചോദിച്ചു ഉത്തര, നീ ഇപ്പോഴും ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു ഉത്തര. നീ ഇപ്പോഴും ഈ പൂജ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കഥ. നീ ഇപ്പോഴും ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യം കേട്ടതോടുകൂടി അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഉടനെ ആ പൂജാ സാമഗ്രികളൊക്കെ കെട്ടിപ്പെറുക്കി അടുത്തുള്ള കുളത്തെ കൊണ്ട് കളഞ്ഞോ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റേജ് വരെ ആവശ്യമുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണം. ഈ കർമ്മകാണ്ഡത്തിൽ നിന്ന് പുറത്ത്, ഇല്ലെങ്കിൽ ഈ കർമ്മത്തിൽ കുടുങ്ങി കിടക്കും വീണ്ടും. അപ്പോ ഇതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ജാത്യാചാരങ്ങളെ കുറിച്ച് ഈ ഒരു അർത്ഥത്തിലാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഒരു പരമാർത്ഥം ഗ്രഹിക്കാതെയാണ്, മനസ്സിലാക്കാതെയാണ് പല ആളുകളും ഭഗവത്ഗീതയിൽ ജാതിയെ കുറിച്ച് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ചില ആളുകൾ. യഥാർത്ഥത്തിൽ ഈ ഒരു അർത്ഥത്തിലാണ് ജാത്യാചാരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിൽ കുടുങ്ങിപ്പോവാനിടയുണ്ട് ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്നത് യഥാർത്ഥത്തിൽ. ഓക്കെ, ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നാളെ നോക്കാം, അടുത്ത സെഷനിൽ നോക്കാം. 44-ാമത്തെ ശ്ലോകം മുതൽ നാളെ നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ശരീരത്തിലും മനസ്സിലും അനുഭവപ്പെടുന്ന സംവേദനങ്ങളെ നിരീക്ഷിക്കുക. ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത, ശാന്തത, അതിൽ വിശ്രമിക്കൂ. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന ഓഹവിഷാ ജുഹോമി സമാനീവ ആഹൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധേഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം
കണ്ണുകൾ തുറക്കാം.